സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ PRD പ്രിസം പാനൽ അംഗങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം. സർക്കാരിനെ ന്യായീകരിക്കുന്ന ഫാക്ട് ചെക്ക് കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനാണ് വാട്സ്ആപ്പ് വഴി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓരോ പ്രിസം പാനൽ അംഗവും ഫാക്ട് ചെക്ക് ഗ്രൂപ്പ് തയ്യാറാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. സുനിഷ ഇലൂരാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സുനിഷ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണോ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ വരുന്നത്? വിശദാംശങ്ങൾ എന്താണ് ഈ സന്ദേശങ്ങളിൽ പറയുന്നത്? അതേ വിനിത, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും PRDയിലെ പ്രിസം പാനൽ അംഗങ്ങൾക്കാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാട്സ്ആപ്പ് വഴിയാണ് ഇത്തരത്തിൽ, അതായത് ഫാക്ട് ചെക്ക് ഗ്രൂപ്പുകൾ, ഫാക്ട് ചെക്കിന്റെ ഇത്തരം പേജുകൾ ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഓരോ പ്രിസം പാനൽ അംഗങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അത് നിർബന്ധമായും തയ്യാറാക്കണമെന്നൊരു കാര്യം കൂടി ഇവർ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് തന്നെ കാണാം, അതായത് ജില്ലാ ഓഫീസിന്റെ FB അക്കൗണ്ടിൽ നിന്നോ മറ്റേതെങ്കിലും FB അക്കൗണ്ടിൽ നിന്നോ അങ്ങനെ ഒരു പേജ് തയ്യാറാക്കണം. അത്തരത്തിലുള്ള നിരവധി കമന്റുകൾ, ഒരുപക്ഷെ ഈ സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഫാക്ട് ചെക്ക് കണ്ണൂർ, ഫാക്ട് ചെക്ക് മലപ്പുറം, അങ്ങനെ തുടങ്ങി നിരവധി ജില്ലകളിലെ ഫാക്ട് ചെക്ക് ഗ്രൂപ്പുകൾ ഇങ്ങനെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് ഓരോ പ്രിസം പാനൽ അംഗങ്ങൾക്കും നൽകുന്ന നിർദ്ദേശമാണ്. ഒപ്പം തന്നെ ഈ പേജിൽ നിന്നും വിമർശന പോസ്റ്റുകൾക്ക് താഴെ ഏതാണോ സംസ്ഥാന തലത്തിൽ അംഗീകരിച്ച ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു കുറിപ്പ്, എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത് എന്നുള്ളൊരു കുറിപ്പ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ നൽകും. ആ കുറിപ്പാണ് ഇവർ ഇതിന് താഴെയായി നൽകേണ്ടത് എന്നുള്ളതാണ്. കൂടുതൽ ആളുകളും ഇപ്പോൾ ഇതിനെതിരെ വിമർശനവുമായി, അതായത് എല്ലാ പ്രിസം പാനൽ അംഗങ്ങളും ഇത് ചെയ്യണമെന്ന് അവർ നിർബന്ധിതരാകുകയാണ് എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി വിളപ്പിൽശാലയിലെ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടടക്കം ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ചിലർ പറഞ്ഞത്, ഇതിൽ ഒരാൾ മരിച്ചു, ഞങ്ങൾക്ക് അത്തരത്തിലൊരു പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നത്. പക്ഷേ ഓരോരുത്തരും നിർബന്ധമായും ചെയ്യണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പ്രിസം പാനൽ അംഗങ്ങൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും നിരവധി ഫാക്ട് ചെക്ക് ഗ്രൂപ്പുകൾ, ഈ പേജുകൾ ഇപ്പോൾ സജീവമായി തന്നെയുണ്ട്. പല വിഷയങ്ങളും, കാസർഗോഡ് മെഡിക്കൽ കോളേജ് വിഷയമായാലും സ്വർണ്ണക്കൊള്ള വിഷയമായാലും അങ്ങനെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾക്ക് താഴെയെല്ലാം, ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനലിന്റെ ചില വാർത്തകൾ, ഇപ്പോൾ ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വാർത്തകൾക്ക് താഴെയൊക്കെ ഇത് ശരിയല്ല, ഇങ്ങനെയല്ല, UDF കാലത്ത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാക്ട് ചെക്ക് ഗ്രൂപ്പുകളിൽ നിന്നും ചില കമന്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ പ്രിസം അംഗങ്ങളോട് നിർബന്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാക്ട് ചെക്ക് എന്നതിനപ്പുറം ഇതിൽ സർക്കാരിനെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ്. അതിൽ ഫാക്ട് ഉണ്ടോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. സുനിഷ ഇലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.